ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷം? സുഖമില്ല എല്ലാവർക്കും? എനിക്ക് സുഖമായിട്ടില്ല കേട്ടോ. ചുമ ഇന്നലെ രാത്രി മുതൽ ചുമയാണ്. നല്ലോണമൊന്നുമില്ല കേട്ടോ, ഇടക്കിടക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ചുമക്കും. പിന്നെ മൂക്കടപ്പെല്ലാം പോയിന് കേട്ടോ. മൂക്കടപ്പ് കുറഞ്ഞിനി. അത് ഹോസ്പിറ്റലിൽ നിന്ന് തുള്ളി മരുന്ന് എത്താനില്ലേ, അത് വാങ്ങിയിട്ട് ഉറ്റിക്കുമ്പോഴത്തേക്ക് മൂക്കടപ്പിൻ്റെ പ്രശ്നം കുറഞ്ഞു. ഇപ്പോൾ ചുമ ഇന്നലെ രാത്രി മുതൽ ചുമ തുടങ്ങി. അപ്പോൾ നമുക്ക് നല്ല ചുക്കാപ്പി പിടിക്കണം. എവിടുന്നാ പിടിക്കുക? നല്ല ചുക്കാപ്പി കിട്ടുന്ന സ്പോട്ട് കിട്ടുമല്ലേ? ചുക്കാപ്പി തൊണ്ടക്ക് ബെസ്റ്റാണ് ചുക്കാപ്പി. വെല്ലം, ഇഞ്ചി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ചുക്കാപ്പി അടിപൊളിയാണ്. അപ്പോൾ ചുക്കാപ്പി നോക്കിയിട്ട് പോകാം ഗൈസ്. ഓക്കെ, പോവാ. ഇപ്പം വൈകിട്ട് 6 മണി കേട്ടോ. 6 മണിയായി. രാവിലെ എവിടെയും പോയിട്ടില്ല. വീട്ടിൽ തന്നെ ഉണ്ടായി. സംസാരിക്കാനില്ല. രാവിലെ എവിടെയും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടായി. ഇപ്പം വൈകിട്ടൊന്ന് പുറത്തിറങ്ങുന്ന. എപ്പം വൈകിട്ടാകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങുന്നതാണ്, ടൗണിലേക്കെല്ലാം ഒന്ന് പോകുന്നതാണ്. അപ്പം അങ്ങനെ ഇറങ്ങിയാലും വിചാരിച്ച് ചെയ്താൽ നമുക്ക് നല്ല ചുക്കാപ്പി പിടിക്കാം. ചുക്കാപ്പി പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും തൊണ്ടക്ക്. പോവാ ഗൈസ്. പിന്നെ അയ്യോ, ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഒരു കൈമേൽ വെച്ചിട്ട് ഞാനിടും. ഇടങ്ങുന്നില്ലല്ലേ, അല്ലാണ്ട് മോനെ. നമ്മളെല്ലാവരും ബേ ഹെൽമെറ്റ് എന്താ പറയുക, ഹെൽമെറ്റ് എടുത്ത് തലക്കിട്ടിട്ട് പോകുന്നതല്ലേ. ഞാനല്ലേ, പല ആൾക്കാരും അങ്ങനെയാണ്. ഹെൽമെറ്റ് എടുത്തിട്ട് തലക്കിട്ടിട്ട് പോകും. ആടിയടിയും വെച്ച ഹെൽമെറ്റ് ആയിരിക്കും. അപ്പോൾ ആടിയടിയും വെച്ച സമയത്ത് നിങ്ങൾ കയറി കൂടിയെങ്കിലേ നമ്മളെ തലക്കിടുമായിരിക്കും ചെവിയിലെല്ലാം വന്ന് കയറല്. പ്രാണിയെല്ലാമെങ്കിൽ ചെവിയിലൊന്ന് കയറും. അപ്പോൾ പാമ്പിൻ്റെ കുഞ്ഞെല്ലാമെങ്കിൽ ഒരു കടി തരും. അപ്പോൾ നമ്മൾ എപ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് തട്ടുക കേട്ടോ. ഹെൽമെറ്റ് ഒന്ന് ശരിക്കും ഒന്ന് തട്ടുക. അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ചും തുണിയാണ്. കണ്ടേ? സ്പോഞ്ചും തുണിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കയറിക്കൂടാ. എന്താ പറയുക, പ്രാണിക്കും ചെറിയ നേരെ പാമ്പിൻ്റെ കുഞ്ഞല്ലേ, അതെല്ലാം കയറിക്കൂടും. ഞാൻ എന്തോ ന്യൂസെല്ലാം കണ്ടിനി. അപ്പോൾ വെറുതെ ഒരു പണിയായിരുന്നു വാങ്ങണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാനെപ്പോഴും തട്ടല്ലേ. നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം, ഞാനെപ്പോൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഒന്ന് തട്ടും. ജസ്റ്റ് ഒന്ന് ഉള്ളൊന്ന് ഇങ്ങനെ തട്ടിയിട്ട് ഹെൽമെറ്റ് വെക്കും. ഓക്കെ, അപ്പോൾ കെയർ ചെയ്യാം കേട്ടോ. എപ്പോൾ ഹെൽമെറ്റ് തട്ടിയിട്ട് മാത്രം തലയിൽ വെക്കുക. പിന്നെ ഈ അടുത്തൊരു ഞാൻ കണ്ടിനി, പാമ്പ് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പ് തലക്ക് കടിച്ചു എന്നിട്ട് മന്തി. ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്. ചുമ ഉഷാറാവുന്നുണ്ട് ഗൈസ്, ചുമ ഉഷാറാവുന്നുണ്ട്. ഈ ചുമയും മൂക്കടപ്പെല്ലാം വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ കഴിയില്ല. തൊണ്ടൊക്കെ ഇങ്ങനെ കിച്ച് തൊണ്ടക്കുന്നു ചീനന്നെ. ഇന്നലെ രാത്രി വരെ തുടങ്ങിയത് നമുക്ക് ചുമ ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി വരെ ചുമ തുടങ്ങി. എന്താ ചെയ്യണ്ടി? നേരെ ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുമോ? പിന്നെ അത് പോയ ഡോക്ടർ ചുമ ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇടക്കുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ആ സമയത്ത് അങ്ങനെ ചുമയില്ല, ഇടക്ക് ചുമ ഉണ്ടായി. ഇപ്പോൾ മൂക്കടപ്പ് പോയി. ഞാൻ ഡോക്ടറെന്ന് വെച്ചാൽ മൂക്കടപ്പ് പിന്നെ ലൈറ്റായിട്ട് പോയി. ഇപ്പം മൂക്കടപ്പ് പോയി, ചുമ വന്നു. ചുമ ഇങ്ങനെ പോട്ട് വേറെ എന്താക്കണ്ടി? നമുക്ക് നല്ല ചുക്കാപ്പിയെല്ലാം കുടിച്ചിട്ട് ചുമ കളയാം. ചുക്കാപ്പി നല്ല കേട്ടോ, ബെസ്റ്റാണ്. ചുമക്ക് തൊണ്ടക്ക് ചുക്കാപ്പി ബെസ്റ്റാണ്. ചുമ പോകുമെന്നറിയില്ല, തൊണ്ടക്ക് ബെസ്റ്റാണ്. ശരിക്കും സൗണ്ടെല്ലാം ക്ലിയർ ആണെങ്കിൽ ചുക്കാപ്പി നല്ലതാണ്. ഇഞ്ചി പിന്നെന്താണ്, പിന്നെ കൽക്കണ്ടി, ഇതെല്ലാം സൗണ്ടിന് നല്ലതാണ്. ഏലക്കായ് ഇഞ്ചി, കൽക്കണ്ടി, ഏലക്കായ് ഇതൊക്കെ സൗണ്ടിന് നല്ലതാണ്. ഓക്കെ, പോവാ. ചെറുകുന്നഭാഗത്തേക്ക് പോയി നോക്കാം. ചെറുകുന്നഭാഗത്ത് 1-2 സ്ഥലമുണ്ട് അറിയുന്നത്, അവിടെ ഇടം ഉണ്ടാവും. പിന്നെ ഞാനും ആച്ചി അടുത്ത് പോയിട്ട് ചെറുകുന്ന് പള്ളിച്ചാൽ വളവുന്ന ഒരു ഷോപ്പിൽ നിന്ന് കുടിച്ചിനി, ഒരു ഇക്കാൻ്റെ കടയിൽ നിന്ന്. ആ ഇക്ക വൈകുന്നേരം തുറക്കൂല, ഈ സമയത്ത് തുറന്നിട്ടുണ്ടാവും. ഇന്ന് അല്ല, ഈ സമയത്ത് തുറന്നാൽ രാവിലെ വരെ ഉണ്ടാവും, പുലർന്ന് വരെ.
പിന്നെ പകൽ ക്ലോസ് ആണ് ഷോപ്പ്, വൈകിട്ട് തുറക്കും. അപ്പോൾ ആടുന്ന് കുടിച്ചിനി. ഇന്ന് നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കട്ടെ. ഏതായാലും മരുവായി. തണുപ്പ് അടിക്കുന്നുണ്ടല്ലോ, തണുപ്പുണ്ട്. പൈനെല്ലാം പോയിന് കേട്ടോ, പൈനെല്ലാം പോയിട്ട് കുട്ടപ്പനായി. ചുമയാന്ന് ഇപ്പോഴത്തെ പ്രശ്നം. ശരിയാക്കുന്നു ശരിയാക്കാണ്ട് അവിടെ പോകണ്ടി. ഈ പാട്ടിൻ്റെ പ്രോഗ്രാം എടുത്തില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ചൊക്കെ. തണുപ്പ് തന്നെ എല്ലാവർക്കും ചുമയും ഇതെല്ലാം തന്നെ. പാട്ടിൻ്റെ പരിപാടി എടുത്തിനെങ്കിൽ സ്റ്റേജ് വന്ന് ചുമക്കലായിരിക്കും. അങ്ങനെയൊന്നുമില്ലപ്പാ, ആ തമാശ പറഞ്ഞു. സ്റ്റേജ് കയറി കഴിഞ്ഞാൽ പിന്നെ ചുമയൊന്നും വരില്ല. പിന്നെ അത് വേറെ ലോകല്ലേ. ചുമയോ നല്ല ചുമയോട് ചുമച്ചാൽ ചുമയോ ചുമയോ നല്ല ചുമച്ചോട് ചുമയാൽ ചുമയോ ഞാൻ അങ്ങനെ ചെറുന്നിലെത്തിയേട്ടാ. ചെറുന്ന് അമ്പലത്തിൻ്റെ ചെറണ്ടാടാ. ഇത്തിരി രസമാണ് രാത്രി ഇവിടുന്ന് കാണാൻ വേണ്ടി. ഇതൊക്കെ ഇതാണ്ടാ ഫുൾ ലൈറ്റപ്പലായിട്ട് അടിപൊളിയാണ്. ഓക്കെ, എന്താ ചുറ്റിലും ലൈറ്റപ്പലായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പം ഞാൻ 2 മിനിറ്റ് ഇവിടെ നിന്നു. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ, നല്ല വൈബാ. അക്കറി ഇരിക്കുന്നുണ്ടോ? ഓക്കെ, അതില്ലേ ഉത്സവമാവാനായി. ഏപ്രിൽ ഉത്സവമാണ്, ഡിസംബറായില്ലേ. വേണ്ട ഇതാ അവിടെയാണ് അമ്പലം, ചെറുന്നമ്പലം. അടിപൊളിയായി. ഇതാ ചെറുന്ന് അമ്പലം. ഇതാ ഇങ്ങോട്ടൊരു സ്ഥലത്തുനിന്ന് നമുക്ക് നല്ല ചുക്കാപ്പി കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ, സ്കൈ കണ്ടോ? എന്താ രസമല്ലേ സ്കൈ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ചുക്കാപ്പി നോക്കട്ടെ. ചുക്കാപ്പി ഉണ്ടോ? ചുക്കാപ്പി സുഖല്ലേ? മൊത്തം മാറ്റിയല്ലേ, മൊത്തം മാറ്റിയല്ലേ? ഷോപ്പല്ലേ മാറിയത്? അല്ല അങ്ങനെയല്ല, ഇത് എത്രയായി അന്ന് വന്നിട്ട് പോയതല്ലേ. ബോഡി ഘടനയൊന്നും മാറ്റൊന്നുമില്ല, അതന്നല്ലേ. വേറെന്നുണ്ട്. ഒരു കാപ്പി ഉണ്ടായിരുന്നു നല്ല ചൂടല്ലേ? ചൂടാക്കി തരുമല്ലോ. ആ എന്നാ ചൂട് കാപ്പി ഉണ്ടോ? കാപ്പി തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ബാക്കി വെള്ളുന്ന ചൂടാക്കണം. ചുക്കാപ്പി തിളക്കുന്നുണ്ട്. ഇത് ആക്കിക്കൊണ്ടിരുന്നല്ലേ? അങ്ങനെ ആക്കിക്കൊണ്ടിരുന്നല്ലേ? നല്ല ചൂടായിക്കോ. ചൂട് മസ്റ്റ്. എന്നാ പിന്നെ റെഡി അതിൽ തന്നെ ആയിക്കട. രണ്ടാക്കുള്ള ചുക്കാപ്പി ഇവിടെ മുമ്പ് വരത്തുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഇങ്ങോട്ട് വരാത്ത. മുമ്പ് ഇവിടുന്ന് ചായ കുടിക്കുന്നൊരു വീഡിയോയെല്ലാം ചെയ്തിട്ടുണ്ടായി. അതിന് ശേഷം ഷോപ്പെല്ലാം മാറി, ലെവല് മാറി. അതിന് മുമ്പ് അതിന് ശേഷമോ വീഡിയോ ചെയ്തതിന് ശേഷം ഒരു വട്ടം ഇവിടെ വന്നേരോ ഇവർ പറഞ്ഞു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്നിനി. അതാണ് ഷോപ്പ്. ചുക്കാപ്പി 2 പറഞ്ഞത് ചുക്കാപ്പി നല്ല ചുക്കാപ്പി. തൊണ്ട അറിയുന്നു. നമുക്ക് ഇന്ന് വണ്ടീൻ്റെ അടുത്ത് കുടിക്കാം. പോവാ ഒന്നും ഇടാട്ടോ. ഓക്കെ, തൊണ്ടൊക്കെ എന്താ സുഖമെന്നറിയാം. തൊണ്ട അടിപൊളിയായി. കുറച്ച് സമയത്ത് നല്ല സുഖം ഉണ്ടാവും.
പിന്നെ ഇത് ചൂടാന്നിട്ട് ചുക്കാപ്പ് നല്ല ചൂടാണ്, എല്ലാവർക്കും പറ്റൂല, മൂലം പുകയും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നല്ല ചൂടാണ് ചുക്കാപ്പി, ചൂട്. സുഖമാണീ നിലാവ്, എന്ത് സുഖമാണീ കാറ്റ്. അങ്ങനെ ഞാനിവിടെ ചേർന്നിടത്ത് തന്നെ വന്നിരുന്നു കേട്ടാ. ഇവിടെ എത്തിയാലും ഇരിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇരുന്നു. എന്താ സുഖം, അടിപൊളിയാട്ടാ. ഇതാണ്ടാ അവിടെ എല്ലാ ആൾക്കാരും ഇരിക്കുന്നുണ്ട് കേട്ടോ, അവിടെ എല്ലാ ആൾക്കാരും ഇരിക്കുന്നുണ്ട്. ചൂടുണ്ട് കേട്ടാ. ഉണ്ടോ, ഇതെന്താ ചൂടിങ്ങനെ? ഉച്ചക്കത്തെ വെയിലിൻ്റെ ചൂടാമോ? ഉച്ചക്കത്തെ വെയിലിൻ്റെ ചൂടാന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ഈ ലൈറ്റിൻ്റെ ചൂടാ അമ്മപ്പാ. എനക്കൊന്ന് ഉച്ചക്കത്തെ വെയിലിൻ്റെ ചൂടായിരിക്കും. അങ്ങനെയുണ്ട്. ചെടികൾ അടിപൊളിയാ. സുഖമാണീ നിലാവ്, എന്ത് സുഖമാണീ കാറ്റ്. കാറ്റുണ്ടോ? ലൈറ്റ് കാറ്റുണ്ട്, പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. തണുപ്പടിക്കുന്നുണ്ടല്ലോ, സീനാവോ? തണുത്ത കാറ്റുണ്ട് കേട്ടോ, സീനാവില്ലാതിരിക്കുക. അപ്പോൾ ഇതിലോട്ട് പോകുമ്പോൾ ഏതായാലും കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോവാം. അവിടെ ഇരുന്ന് സ്വാമി മലക്കുകയാണ്, മലക്കുന്ന സമയമാണ്. നടന്ന് കുറച്ചങ്ങോട്ടെത്തി. ഇനിയിപ്പോൾ ചെറുന്ന് അമ്പലത്തിലെല്ലാം കയറിയിട്ട് പോകാനാണ് സാധ്യത. വാ, ഇവിടെ ഇരുന്നിടത്ത് തന്നെ ആവും, ഇവിടെ ഇരുന്നിടത്ത് തന്നെ ആവും. പോവാം നമുക്ക്. ഓക്കെ, ഇത് നല്ല ലൈറ്റ് കേട്ടോ. അല്ല, അതിൻ്റെ ചൂട് തന്നെയാകുമ്പോൾ ഇത് പോവാ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ചുറ്റിലും ആൾക്കാരുണ്ട്. ഫാമിലീസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇവിടെ ചെറുകൻ, എൻ്റെ ബാക്കിലോട്ട് സ്വാമിമാർ ഇടുന്നുണ്ട് കണ്ടാ. ഇപ്പത്ത് നടന്നിട്ട് നടക്കുവാ, നടന്നിട്ട് പോവുക. ഇങ്ങനെ ഒരുപാട് സ്വാമിമാർ രാവിലെ നടന്നിട്ട് പോകുന്നുണ്ടാവും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ മുമ്പെല്ലാം സ്വാമിമാരിങ്ങനെ നടന്നിട്ട് പോകുന്നതാണ്. ഞാൻ രാവിലെ എണീറ്റിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പോഴെല്ലാം റോഡ് സൈഡിൽ കൂട്ടിയ സ്വാമിമാരിങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഇപ്പം കാണില്ല, കാരണം ഇപ്പം ഞാൻ രാവിലെ വൈകിയാണ് എണീക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. ശരിയാക്കണം 2025 മുതൽ ഇൻഷാ അല്ലാഹ് രാവിലെ ഉറങ്ങി എണീക്കണം.